സോ ഇതാണ് ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് ഫോണായ പിക്സൽ 7a ബോക്സിൽ ഓബ്വിയസ്ലി ഫോൺ വരുന്നുണ്ട്. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ടൈപ്പ് സി ടു ടൈപ്പ് എ കൺവേർട്ടർ, ഡോക്യുമെന്റ്സ് ആൻഡ് സിം ടൂൾ. സോ ഇതാണ് പിക്സൽ 7a. ഈ ഒരു ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്: ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഈ ഒരു സീ ബ്ലൂ. ബാക്ക് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കയ്യിലെടുക്കുമ്പോൾ ഗ്ലാസ് ബിൽഡിന്റെ ഒരു ഫീൽ ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മളിങ്ങനെ കൊട്ടുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് അറിയാൻ പറ്റും, പക്ഷെ ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്. ഓക്കെ, ഫ്രെയിം മെറ്റലിലേതാണ്. 193 ഗ്രാം ആണ് വെയിറ്റ്, 9mm ആണ് തിക്നെസ്. സോ വെയിറ്റും തിക്നെസ് ഒക്കെ ഓക്കെ ആണ്. IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് ഡിസൈൻ ഉണ്ടല്ലോ, ബാക്ക് ഡിസൈൻ കാണുമ്പോൾ തീർച്ചയായിട്ടും പിക്സൽ 7 ആണ് ഓർമ്മ വരുന്നത്. സിം ട്രേ നോക്കുകയാണെങ്കിൽ യെസ്, സിംഗിൾ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കണക്ഷന് വേണ്ടി ഈ സിം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ ഈ പിക്സൽ 7യുടെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പിക്സൽ 7a വാങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടന്റ് കാരണവും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോക്ക്. 6.1 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 90 ഹെർട്സിന്റെ OLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി പിക്സൽ 6ലുള്ള അതേ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പിക്സൽ 6ൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരുന്നു, ഇവിടെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലും 60 ഹെർട്സ് വന്നിരുന്നെങ്കിലുണ്ടല്ലോ കാരണം അതിനെ നല്ലോണം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു 60 ഹെർട്സ് കാരണം. പക്ഷേ ഇത്തവണ എന്തായാലും 90 ഹെർട്സ് തന്നിട്ടുണ്ട്. എന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് 60 ഹെർട്സ് ആണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറിയിട്ട് സ്മൂത്ത് റിഫ്രഷ് റേറ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ആ ഒരു 90 ഹെർട്സിന്റെ സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. പിന്നെ ഈ 90 ഹെർട്സ് മിക്ക എല്ലായിടത്തും വർക്ക് ആവുന്നുണ്ട്. ഇതിന്റെ UIയിൽ എന്തായാലും 90 ഹെർട്സ് കാണിക്കുന്നുണ്ട്. പിന്നെ പ്ലേ സ്റ്റോർ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ജിമെയിൽ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഏത് ആപ്ലിക്കേഷൻ എടുത്താലും 90 ഹെർട്സ് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ബ്രൈറ്റ്നെസ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. സ്പെഷ്യലി ഇൻഡോർ യൂസിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഈവൻ ഇൻഡോർ ആണെങ്കിലും 70-75% ബ്രൈറ്റ്നെസ് ആക്കിയാൽ മാത്രമേ നല്ലോണം കാണാൻ പറ്റുന്നുള്ളൂ. സോ പുറത്ത് കൊണ്ടുപോകുമ്പോൾ പുറത്ത് നല്ല വെയിലാണെങ്കിൽ അത്രയും നല്ല വിസിബിലിറ്റി ഇവിടെ കിട്ടുന്നില്ല. 44,000 റുപ്പീസിന്റെ ഫോണാണ്, കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കൊടുക്കണം. പിന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും, അത്യാവശ്യം നല്ല ബെസൽസ് വരുന്നുണ്ട് കേട്ടോ. അതായത് സാംസങ് A53 ഉണ്ടായിരുന്ന ബെസൽ ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ ബെസൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്പെഷ്യലി ചിന്നൊക്കെ താഴെയുള്ള ബെസൽ ഉണ്ടല്ലോ, ചിന്നെന്നാണ് പറയുന്നത്, അതൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതായത് ഞാൻ വീണ്ടും പറയാണ്, 44,000 റുപ്പീസിന്റെ ഫോണിൽ ഞാൻ ഇത്രയും വലിയ ബെസൽസ് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഈയിടെ അൺബോക്സ് ചെയ്ത പോക്കോ F5 ഉണ്ടല്ലോ, ആ പോക്കോ F5ലുള്ള ബെസലും ഈ ഫോണിലുള്ള ബെസലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 3 വർഷം പുറകോട്ട് പോയൊരു ഫീലാണ് കിട്ടുന്നത്. ഓക്കെ, വലിയ ബെസലിന്റെ 2 പ്രോബ്ലം ഉണ്ട്. നമ്പർ 1 ആണ് ഞാൻ പറഞ്ഞത്, പഴഞ്ചൻ ലുക്കാണ് കിട്ടുന്നത്. സെക്കൻഡ് ആണ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് 6.1 ഇഞ്ച് ആണ്. ഈ സാംസങ്ങിന്റെ S23യുടെ ഡിസ്പ്ലേ സൈസും 6.1 ഇഞ്ച് ആണ്. പക്ഷേ ഈ 2 ഫോൺസ് നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഫോൺ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നും, കോമ്പാക്ട് സൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണെങ്കിലും എനിക്ക് അത്രയും കോമ്പാക്ട് ഫാക്ടർ ആയിട്ട് തോന്നിയില്ല. ആ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദ ബെസൽ. സോ ബെസൽ ഉണ്ട്, നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നല്ല റിച്ച് സൗണ്ട് വരുന്നുണ്ട്, പിന്നെ നല്ല വോളിയം ഉണ്ട്. ഓക്കെ, ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഐ ലൈക്ക് ദ സ്പീക്കർ പെർഫോമൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്പീക്കർ പെർഫോമൻസ് ആണ്. പിക്സൽ ഫോൺസിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ലെജൻഡറി ആണ്. ഓക്കെ, പിക്സൽ 7 ആണെങ്കിലും 7 Pro ആണെങ്കിലും 2 ഫോൺസിലും കിടുക്കാച്ചി ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പിക്സൽ 7aയിലും നല്ല ഹാപ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദി ബെസ്റ്റ് ആയിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ. അത് ടൈപ്പിംഗിൽ മാത്രമല്ല, ടൈപ്പിംഗിൽ എന്തായാലും ഉണ്ട്. പിന്നെ നമ്മൾ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോഴും, റീസെന്റ് ആപ്ലിക്കേഷന്റെ മെനു ആക്സസ് ചെയ്യുമ്പോഴും, റൈറ്റ് സ്വൈപ്പ് ചെയ്ത് ബാക്ക് പോകുമ്പോഴും, ഈവൻ ക്യാമറ UIയിലും നല്ല ഹാപ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. ഗൂഗിളിന്റെ സ്വന്തം ഗൂഗിൾ ടെൻസർ G2 ചിപ്പ് ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്ന പിക്സൽ 7 Pro ഉണ്ടല്ലോ, അതിലുള്ള എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് ഇതിലും. അതായത് 85,000 രൂപ വില വരുന്ന ഫോണിൽ തന്ന അതേ ചിപ്സെറ്റ് ആണ് ഇതിന്റെ ഹാഫ് പ്രൈസിൽ വരുന്ന ഈ ഫോണിൽ തന്നിരിക്കുന്നത്. പിക്സൽ 7 Proയിൽ തന്നെ അത് ജസ്റ്റിഫൈഡ് അല്ലായിരുന്നു. ഇവിടെ പിന്നെയും ഓക്കെ എന്ന് പറയാൻ പറ്റും. 6 ലക്ഷത്തിന്റെ AnTuTu സ്കോർ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ കൂടുതൽ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. സ്പെഷ്യലി ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഗൂഗിൾ ഒരിക്കലും ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ടെൻസർ ചിപ്സെറ്റ് ഉണ്ടല്ലോ, ഇത് ബേസിക്കലി എക്സിനോസ് ആണ്, സാംസങ് ഉണ്ടാക്കിയ ചിപ്സെറ്റ് ആണ്. ദിസ് ഇസ് ജസ്റ്റ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് എക്സിനോസ്. കാരണം എക്സിനോസ് ചിപ്സെറ്റിൽ നമുക്ക് വേണ്ടാത്ത ഫീച്ചർ ഒക്കെ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഹീറ്റിംഗ്. ആ ഹീറ്റിംഗ് ഇവിടെ ഞാൻ ഫേസ് ചെയ്തു. ചില ഫോൺസിൽ അങ്ങനെയാണ്, അതായത് നമ്മൾ ബോക്സിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം 1 ഡേ അല്ലെങ്കിൽ 2 ദിവസം ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നീട് അത് പതുക്കെ അത് ഓക്കെ ആവും. സോ ഇവിടെയും അത് ഓക്കെ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പെഷ്യലി ഗൂഗിളിന്റെ ഒരു ഫോൺ ആയതുകൊണ്ട് ലെറ്റ്സ് ഹോപ്പ്. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ പോലും ഇവിടെ ഇങ്ങനെ വാം ആവുന്നുണ്ട്, നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല.
തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഒരു ഇളം ചൂട്, ഒരു ഹീറ്റിംഗ്, ഒരു വാംത്ത് നമുക്ക് ഇവിടെ ഫീൽ ആവുന്നുണ്ട്. ഇനി വീട്ടിൽ കുത്തിയിരുന്ന് ഗാലറി ആപ്ലിക്കേഷൻ എടുത്ത് വീഡിയോസ് പ്ലേ ചെയ്യുമ്പോഴും ഹീറ്റിംഗ് ഉണ്ട്. സോ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, ചിലപ്പോഴൊക്കെ വെറുതെ ഇരുന്ന് ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ എക്സിനോസ് ചിപ്സെറ്റിന്റെ മറ്റൊരു ഫീച്ചറാണ് ത്രോട്ട്ലിംഗ്. അതായത് നമ്മൾ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ഒക്കെ റൺ ചെയ്യുമ്പോൾ 60%, 55% ഇതുപോലുള്ള ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റിയാണ് കിട്ടുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഗെയിമിംഗ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ ഗെയിമിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കി. 60 FPS ഒക്കെ ഡീസൻ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ലോങ് ടേം ഗെയിമിംഗ് ഉണ്ടല്ലോ, അതായത് കുത്തിയിരുന്ന് കളിക്കുന്ന ഗെയിമിംഗ് സംഭവം, അതൊന്നും നടക്കൂല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ ഹീറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെ ഓക്കെ ആയിരിക്കും. പിക്സൽ ഫോൺസിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ വേറെ ലെവലായിരുന്നു. അത് പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ഒരു ഓപ്റ്റിമൈസേഷൻ ആണെങ്കിലും അടിപൊളിയായിരുന്നു ഫോർ ഷ്യൂർ. പക്ഷേ അത് വരാനുള്ള ചാൻസസ് വളരെ 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 കുറവാണ്. കാരണം ഗൂഗിൾ ഈ ഒരു ടെൻസർ ചിപ്സെറ്റ് അവരുടെ ചിപ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. സോ ഇനി വീണ്ടും സ്നാപ്ഡ്രാഗണിലേക്ക് പോയാൽ അത് ഗൂഗിളിന് വേണ്ടി ഒരു ഇൻസൾട്ട് ആയിരിക്കും ആക്ച്വലി. സോ ഐ ഡോണ്ട് നോ. പക്ഷേ സ്നാപ്ഡ്രാഗണിലേക്ക് മാറുന്നതാണ് ആക്ച്വലി ബെറ്റർ. അല്ലെങ്കിൽ ഈ ഹീറ്റിങ്ങും ഈ ത്രോട്ട്ലിംഗ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. LPDDR5 ആണ് റാം ടൈപ്പ്, UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. സോ അതൊക്കെ ഓക്കെ ആണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 44,000 റുപ്പീസ് വരുന്ന ഒരു ഫോണിൽ 256 GB സ്റ്റോറേജ് കൊടുക്കണം. ഞാനിത് എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ 128 GB ആണ്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഫോണിന്റെ സോഫ്റ്റ്വെയർ പെർഫോമൻസ് നല്ലതാണ്. ഓക്കെ, പിക്സൽ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അതിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പിക്സൽ 7 പ്രോയിലും 7ലും പലർക്കും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് ഉൾപ്പെടെ. ഓക്കെ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് 5Gയിലേക്ക് നല്ലോണം കണക്ട് ആവുന്നില്ല, കോൾ ഡ്രോപ്സ് വരുന്നു, വൈഫൈയിലേക്ക് കണക്ട് ആവുന്നില്ല. അങ്ങനെ ഈ വക കലാപരിപാടികളൊക്കെ പിക്സൽ 7ലും 7 പ്രോയിലും ഉണ്ടായിരുന്നു. സോ ഈ ഫോണിലും ആ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, എൻ്റെ ഈ S23ലുള്ള ജിയോ സിം ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. പിന്നെ 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. സോ ആൻഡ്രോയിഡ് 14, 15, 16 വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. ബ്ലോട്ട്വെയർസ് ഇല്ല, ആഡ്സ് ഇല്ല, നല്ല ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ പിക്സൽ ഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ നൗ പ്ലേയിങ്, അതായത് നമുക്ക് ചുറ്റും ഏതെങ്കിലും പാട്ട് പ്ലേ ആവുന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു തരും. പിന്നെ ലൈവ് ട്രാൻസ്ക്രൈബ്, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി എഴുതിയെടുക്കും. റീസെന്റ് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഫോട്ടോസ്, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ആണെങ്കിലും യൂട്യൂബ് തംബ്നെയിൽ ആണെങ്കിലും ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ലൈവ് ക്യാപ്ഷൻസിന്റെ ഫീച്ചർ, നമുക്ക് ആവശ്യമുള്ള ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റൂൾസ് ഫീച്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാജിക് ഇറേസർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. 4385 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ടിന്റെ PD ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗൂഗിൾ ഈ ഒരു ചാർജിങ് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യണം. 2 മണിക്കൂർ എങ്കിലും എടുക്കും ഈ സാധനം ഫുൾ ചാർജ് ആവാൻ വേണ്ടി. പിക്സൽ 6 എടുക്കുന്നുണ്ടായിരുന്നു, ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. പക്ഷേ സെയിം ചാർജിങ്, ഓൾമോസ്റ്റ് സെയിം ബാറ്ററിയാണ് വരുന്നത്. ഞാൻ ഈ 150 വാട്ട് അല്ലെങ്കിൽ 210 വാട്ടിന്റെ മെഗാ വാട്ട് ചാർജിങ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കതിൽ താല്പര്യമില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് 40 മിനിറ്റ്സ് 45 മിനിറ്റ്സ് 3/4 മണിക്കൂർ കൊണ്ടെങ്കിലും ഫുൾ ചാർജ് ആയി തീരണം. എനിവേ, ബാറ്ററി ബാക്കപ്പ് പിക്സൽ ഫോൺസിൽ പതുക്കെയാണ് ഇംപ്രൂവ് ആവുന്നത്. പിക്സൽ 7 പ്രോ അങ്ങനെയായിരുന്നു, ഔട്ട് ഓഫ് ദ ബോക്സ് ഭയങ്കര ആവറേജ് ബാറ്ററി ലൈഫ് ആയിരുന്നു. പിന്നെ ഒരു 7 ദിവസം 10 ദിവസം 2 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഒരു യൂസേജ് മനസ്സിലാക്കിയതിന് ശേഷം അത് അഡാപ്റ്റ് ചെയ്യും. അതിനുശേഷം അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇതിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഞാൻ ആ ഒരു റിവ്യൂ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 7.5 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ആണെന്ന് തോന്നുന്നു. സോ അത് വെച്ച് എത്ര സമയം കൊണ്ടാണ് ഫുൾ ചാർജ് ആയി കിട്ടാൻ പോകുന്നത് അതെനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, 64 മെഗാ പിക്സലിന്റെ സോണിയുടെ IMX787 സെൻസറുള്ള ക്യാമറയാണ് മെയിൻ ക്യാമറ. OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 13 മെഗാ പിക്സലിന് അൾട്രാവൈഡ് കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ 13 മെഗാ പിക്സലിന്റേതാണ്. ക്യാമറ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നല്ല നാച്ചുറൽ ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ എന്താണ് കാണുന്നത് അതേപടി ഇത് പകർത്താൻ നോക്കാറുണ്ട്. എക്സാക്ട്ലി സെയിം അല്ല, പക്ഷെ ക്ലോസ് ടു റിയാലിറ്റി ആണ്. ഓക്കെ, സ്പെഷ്യലി സ്കിൻ ടോൺ, അതായത് ഗൂഗിളിന്റെ പിക്സൽ ഫോൺസിൽ ആ റിയൽ ടോൺ ഫീച്ചർ ഉണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്കിൻ ടോൺ ഒക്കെ വളരെ നല്ലോണമാണ് എടുത്ത് കാണിക്കുന്നത്. മെയിൻ ക്യാമറ ആൻഡ് അൾട്രാവൈഡ് ക്യാമറ ഫോട്ടോസ് ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. കളർ ഷിഫ്റ്റ് മിനിമം ആണ്, എന്ന് വെച്ചാൽ മെയിൻ ഫോട്ടോസിൽ കിട്ടുന്ന അതേ കളേഴ്സ് അൾട്രാവൈഡിലും കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് അതേ കളേഴ്സ് അൾട്രാവൈഡിൽ കിട്ടുന്നുണ്ട്. HDR ഒക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈ കണ്ടോ, ആ സ്കൈ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ HDR ഓവർ ആവുന്നില്ല, ഭയങ്കരമായിട്ട് വെളുപ്പിച്ചൊന്നും വെക്കുന്നില്ല. ഇതാണ് പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോസ്. നമുക്ക് 2 തരത്തിൽ എടുക്കാൻ പറ്റും, 1x ആൻഡ് 2x. 1x ഓൾറെഡി സൂംഡ് ഇൻ ആണ്. സോ 2x എടുക്കുമ്പോഴേക്കും 3x എടുക്കുന്ന ഒരു ഫീൽ ആണ് കിട്ടുന്നത്. ഞാൻ നൈറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു, നല്ല ഔട്ടാണ് കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ക്യാമറയുടെ
കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. ഓക്കെ, 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. വീഡിയോയിലും ആ ഒരു നാച്ചുറൽ കളർ ടോൺ ആണ് വരുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ട് ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര കോൺട്രാസ്റ്റ് സെറ്റപ്പ് അല്ല വരുന്നത്. സോ ഇതാണ് പിക്സൽ 7യുടെ സെൽഫി വീഡിയോ പെർഫോമൻസ്. കഴിഞ്ഞ വർഷം പിക്സൽ 6ൽ 1080p 30 FPS ആയിരുന്നു മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ഇത്തവണ ഗൂഗിൾ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 4K 30 FPSന്റെ റെസൊല്യൂഷൻ ആണ് മാക്സിമം. ഓക്കെ, സോ കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി വരാറുള്ളത് പോലെ ഇതിലും മറ്റേ ആ സംഭവം ഉണ്ടല്ലോ, സ്പീച്ച് എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ വോയിസ് എൻഹാൻസ്മെൻറ്റിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. സോ ചുറ്റുമുള്ള നോയ്സ് അതിന് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറയിലും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 8 MP ആയിരുന്നു, ഇത്തവണ 13 MP സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, HDR ഒക്കെ, അതൊക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, സ്കൈൻ്റെ ബ്ലൂവും പിന്നെ നമ്മുടെ ക്ലൗഡൊക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. ഓക്കെ, സോ അതൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. സോ ഗുഡ് സെൽഫി വീഡിയോ പെർഫോമൻസ്. ക്യാമറ UI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോസ്പിയർ ഫീച്ചർ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ കഷ്ണമായിട്ട് ഫോട്ടോ എടുത്തിട്ട് അവസാനം നമുക്കൊരു 360 ഡിഗ്രി ഫോട്ടോ കിട്ടും. ആ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സിനിമാറ്റിക് പാൻ അല്ലെങ്കിൽ വ്ളോഗ് മോഡ് എന്നൊക്കെ പറയാൻ പറ്റും. 60 FPS വീഡിയോ എടുത്തിട്ട് അതിനെ സ്ലോ ഡൗൺ ചെയ്ത് 30 FPS ആക്കിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് എടുത്തു തരും. ആക്ഷൻ പാൻ ഫീച്ചർ ഇവിടെ വരുന്നില്ല. ഓക്കെ, പിക്സൽ 7ലും 7 Proയിലും രണ്ടിലും ഉണ്ടായിരുന്നു. ആക്ഷൻ പാൻ്റെ ഫീച്ചർ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് മാത്രം മാറ്റി വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഫീച്ചർ കൊടുക്കേണ്ടായിരുന്നു. അതായത് ഈ സബ്ജക്റ്റ് സ്റ്റില്ലായിരിക്കും, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മൂവ്മെന്റ് കാണും. പക്ഷേ ലോങ് എക്സ്പോഷർ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സബ്ജക്റ്റിൽ മൂവ്മെന്റ് കാണും, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റില്ലായിരിക്കും. പിക്സൽ 6ൽ വന്ന ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടല്ലോ, അതൊരു കോമഡി ഐറ്റമായി മാറിയിരുന്നു. കാരണം ആര് വന്ന് പ്രസ് ചെയ്താലും അൺലോക്ക് ആവുന്നുണ്ടായിരുന്നു. എല്ലാ ഫോൺസിലും ഇല്ല, പക്ഷേ പല ഫോൺസിലും ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ച് മാത്രമേ അത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം ഫാസ്റ്റ് ആണ്. 5G റെഡി ഫോണാണ്. ഞാൻ എയർടെൽ ആൻഡ് ജിയോ രണ്ടിൻ്റെ സിം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാണിക്കുന്നുണ്ട്, 5G കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 4G കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് പിക്സൽ 7a വാങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള കാരണം. വളരെ സിമ്പിൾ ആണ്, അതാണ് പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് 44,000 rupees ആണ്. പിക്സൽ 6യും അതേ പ്രൈസ് പോയിന്റിലാണ് വന്നത്. എന്നിട്ട് തൊട്ടടുത്ത ഓഫർ സീസണിൽ അതിൻ്റെ പ്രൈസ് 30,000 രൂപയോ അതിൻ്റെ താഴെയൊക്കെയാണ് വന്നത്. സോ എനിക്ക് ഒരിക്കലും ഈ ഒരു ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. കാരണം നിങ്ങൾ നാളെ വന്ന് എന്നെ ചീത്ത വിളിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, സോ പ്ലീസ് വെയിറ്റ് ഫോർ ദ ഓഫർ സീസൺ, പ്ലീസ് വെയിറ്റ് ഫോർ ദ റിവ്യൂ. കാരണം ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ട്, ക്യാമറ പെർഫോമൻസും പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടി റിവ്യൂ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.